ഡിഫറൻ്റ്ലി ഏബിൾഡ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മളിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് കൊച്ചിയിലെ വാക്വേയിൽ കണ്ടില്ലേ, ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് നടന്നു പോകാനായിട്ടുള്ള പേവിംഗ് ടൈലുകൾ ഇട്ടതിൻ്റെ നടുക്ക് പോസ്റ്റുകൾ നിൽക്കുകയാണ്, മരങ്ങൾ നിൽക്കുകയാണ്. ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി സിനിമാ റിവ്യൂകളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പല ആളുകളും പറഞ്ഞൊരു കാര്യമുണ്ട്, പല തിയേറ്ററുകളിലേക്കും പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ലിഫ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ നട കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റാറില്ല, ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ദുബായിലൊക്കെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിലും, അവിടെ എനിക്ക് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ളൂ, അപ്പോൾ അവിടെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ റോഡിൽ ബസ് കയറാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് വരെ ഇങ്ങനെ ബസ് വരുന്നു. വളരെ സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് വീൽ ചെയറുമായിട്ട് എവിടെ വേണമെങ്കിലും പോകാം. മെട്രോയിലേക്ക് അങ്ങനെ പോകാം. എല്ലാം ഭയങ്കര ഡിസേബിൾ ഫ്രണ്ട്ലിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ എന്നും ഓരോ ബിൽഡിംഗ് പണിയുന്ന സമയത്ത്, എന്നും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ് പണം ചെലവഴിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നീതി നിഷേധമാണ്, ശുദ്ധ തോന്നിയാസാണ്. ഉള്ളത് പറയാമല്ലോ. എല്ലാത്തിനും, എല്ലാ ബിൽഡിങ്ങിനും പെർമിറ്റ് കൊടുക്കുന്ന സമയത്ത്, പഞ്ചായത്ത് ലൈസൻസ്, മുനിസിപ്പാലിറ്റി ലൈസൻസ്, എല്ലാത്തിനും കൊടുക്കുന്ന സമയത്ത് ഈ ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. അത് വെറുതെ പേപ്പറിൽ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വെറുതെ എന്നാ പറയുന്നത്, ലൈസൻസ് കിട്ടാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുണ്ടാക്കി വെക്കുക എന്നുള്ള ഒരു രീതിയാണ്. എന്നിട്ട് ഒരു 500 പോക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഏത് ബിൽഡിങ്ങിനാണ് പെർമിറ്റ് കിട്ടുന്നത്, ഏത് ബിൽഡിങ്ങിനാണ് നമ്പർ കിട്ടുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നില്ല.